ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ദ്വിദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ കൊളംബോയിലെത്തി. ശ്രീലങ്കൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. തമിഴ്നാട്ടിലെ മുത്തുലിംഗപുരത്തെ പടക്ക ഫാക്ടറിയിലുണ്ടായ സ്ഫോടനത്തിൽ 21 പേർ മരിച്ചതായി റിപ്പോർട്ട്. 6 പേരുടെ നില ഗുരുതരം. പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. വോട്ടെടുപ്പ് വ്യാഴാഴ്ച. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ സമൂഹ മാധ്യമങ്ങളുടെ ധാർമ്മിക ഉപയോഗം ഉറപ്പാക്കണമെന്ന് ആവർത്തിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ കനത്ത ചൂട് ശമനമില്ലാതെ തുടരുന്നു. ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തില്ലെന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി. വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 148 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. ദ്വിദിന സന്ദർശനത്തിനായി കൊളംബോയിലെത്തിയ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബഹുമുഖ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനും പരസ്പര വളർച്ചയ്ക്കും വികസനത്തിനുമുള്ള സഹകരണം തുടരുന്നതിനും ഊന്നൽ നൽകുന്നതായിരുന്നു ചർച്ചകൾ. ദിത്വ ചുഴലിക്കാറ്റ് ബാധിച്ച പ്രദേശങ്ങളിലെ ഇന്ത്യയുടെ ഭവന പദ്ധതിയും $480 മില്യൺ സഹായ പാക്കേജിന് കീഴിലുള്ള പ്രവർത്തനങ്ങളും ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഡോക്ടർ ഹരിണി അമരസൂര്യയുമായും ഉപരാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തി. ശ്രീലങ്കയിലെ തമിഴ് സമൂഹവുമായി ഉപരാഷ്ട്രപതി സംവദിച്ചു. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലിരിക്കെ സമൂഹ മാധ്യമങ്ങളുടെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെയും ധാർമ്മികമായ ഉപയോഗം എല്ലാവരും ഉറപ്പാക്കണമെന്ന് ആവർത്തിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതു സംബന്ധിച്ച പ്രസ്താവന കമ്മീഷൻ പുറത്തിറക്കി. തെറ്റിദ്ധരിപ്പിക്കുന്നതോ നിയമവിരുദ്ധമോ ആയ ഉള്ളടക്കം സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ 3 മണിക്കൂറിനുള്ളിൽ നടപടി സ്വീകരിക്കും. പ്രചാരണത്തിനായി ഉപയോഗിക്കുന്ന ഉള്ളടക്കം AI നിർമ്മിതമാണെങ്കിൽ അവ വ്യക്തമായി ലേബൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം 11,000-ലധികം സമൂഹ മാധ്യമ പോസ്റ്റുകൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ പുതുക്കിയ കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. ഏകദേശം 5 ലക്ഷത്തോളം പുതിയ വോട്ടർമാരാണ് പട്ടികയിൽ ഇടം പിടിച്ചത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായി 7 ലക്ഷത്തോളം അപേക്ഷകൾ ലഭിച്ചതായും പരിശോധനകൾക്ക് ശേഷം അർഹരായവരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായും അധികൃതർ വ്യക്തമാക്കി. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ കക്ഷികൾ. സ്ഥാനാർത്ഥികൾക്കായി മുതിർന്ന ദേശീയ നേതാക്കളടക്കം പ്രചാരണ രംഗത്തുണ്ട്. തമിഴ്നാട്ടിലെ ഒറ്റഘട്ടത്തിലേക്കും പശ്ചിമ ബംഗാളിൽ ആദ്യഘട്ടത്തിലേക്കും വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്. പശ്ചിമ ബംഗാളിലെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായി പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ബിഷ്ണുപൂരിലും പുരുളിയയിലും നടന്ന റാലികളെ ഇന്ന് അഭിസംബോധന ചെയ്തു. തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി താർകേശ്വർ മണ്ഡലത്തിൽ നടന്ന പ്രചാരണ റാലിയിൽ പങ്കെടുത്തു. തുടർന്ന് കൽന, മോന്തേശ്വർ മണ്ഡലങ്ങളിലും ബർധമാൻ സൌത്തിലും അവർ പ്രചാരണത്തിനെത്തി. തമിഴ്നാട്ടിൽ എല്ലാ പാർട്ടികളിലെയും മുതിർന്ന നേതാക്കൾ പ്രചാരണത്തിൽ സജീവമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും BJP നേതാവുമായ അമിത്ഷാ ഈറോഡിൽ നടന്ന പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി വടക്കൻ ജില്ലകളിലും രാഷ്ട്രീയ ജനതാദൾ നേതാവ് തേജസ്വി യാദവ് കോയമ്പത്തൂർ, തിരുപ്പൂർ, നീലഗിരി എന്നിവിടങ്ങളിലും പ്രചാരണം നടത്തി. ഇരു സംസ്ഥാനങ്ങളിലെയും പരസ്യ പ്രചാരണം മറ്റന്നാൾ അവസാനിക്കും. ഈ മാസം 26-നാണ് പശ്ചിമബംഗാളിൽ 2ാം ഘട്ട വോട്ടെടുപ്പ്. മെയ് 4-നാണ് വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തമിഴ്നാട്ടിലെ മുത്തുലിംഗപുരത്തെ പടക്ക ഫാക്ടറിയിലുണ്ടായ സ്ഫോടനത്തിൽ 21 പേർ മരിച്ചതായി റിപ്പോർട്ട്. പരിക്കേറ്റവരിൽ 6 പേരുടെ നില ഗുരുതരമാണ്. അപകട സമയത്ത് 30 തൊഴിലാളികൾ ഉണ്ടായിരുന്നതായി പോലീസ് അറിയിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ സംഭവത്തിൽ അനുശോചിച്ചു. കാലാവസ്ഥ, വായു മലിനീകരണം എന്നിവ പഠിക്കുന്നതിനായി ISRO രൂപകൽപ്പന ചെയ്ത G20 ഉപഗ്രഹം അടുത്ത വർഷം വിക്ഷേപിക്കുമെന്ന് ചെയർമാൻ V. നാരായണൻ. 2040-ഓടെ മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കാനുള്ള ശ്രമത്തിലാണ് ISRO എന്നും അദ്ദേഹം അറിയിച്ചു. ISRO is responsible for the Gaganyaan program to send human being to space. By 2040, we will be in par with any other spacefaring nation in terms of launcher technology, satellite technology, application area and human spaceflight program. By 2040, Indian will land on moon with the tri-flag, declaring India is going to become a developed country within another few years, and we are all working towards that. പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും വനിതാ സംവരണം ഉറപ്പാക്കുന്ന നിയമ ഭേദഗതിക്ക് ആവശ്യമായ 66% വോട്ടുകൾ നേടാൻ കഴിഞ്ഞില്ലെങ്കിലും 100% സ്ത്രീകളുടെയും പിന്തുണ കേന്ദ്ര സർക്കാരിനൊപ്പമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
രാഷ്ട്ര താൽപര്യത്തിനാണ് പ്രഥമ പരിഗണനയെന്നും നാരീശക്തി വന്ദൻ ഭേദഗതി കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ മേഖലകളിലും സന്തുലിത ശാക്തീകരണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി. ലോക മാനവികത എന്ന മഹത്തായ ആശയം സ്വജീവിതത്തിലൂടെ സമൂഹത്തിന് പകർന്ന മഹാത്മാവായിരുന്നു വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ചട്ടമ്പി സ്വാമികളുടെ 102ാം മഹാസമാധി വാർഷിക ദിനത്തിൽ ചവറ പന്മന ആശ്രമത്തിൽ സമാധി സ്മൃതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പത്തനംതിട്ട അയിരൂർ ചെറുകോൽപ്പുഴയിലും ചട്ടമ്പി സ്വാമി സമാധി ദിനാചരണം നടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ കനത്ത ചൂട് ശമനമില്ലാതെ തുടരുന്നു. ഏറ്റവും ഉയർന്ന താപനില പാലക്കാട് ജില്ലയിലാണ് 40 ഡിഗ്രി സെന്റിഗ്രേഡ്. കൊല്ലം 39 സെൽഷ്യസ്, കോട്ടയം 38 ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെയാണ് രേഖപ്പെടുത്തിയത്. ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അതേസമയം വയനാട്ടിലും എറണാകുളത്തും ശക്തമായ കാറ്റും മഴയും ലഭിച്ചു. വേനൽ കടുത്തതോടെ സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി ഉപയോഗം സർവ്വകാല റെക്കോർഡിൽ. വൈദ്യുതി ഉപയോഗത്തിൽ മിതത്വം പാലിച്ച് ജനങ്ങൾ സഹകരിക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു. ഈ അവസ്ഥയിലും പവർ കട്ട് ഏർപ്പെടുത്താതെ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 148 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. 10 വിക്കറ്റ് നഷ്ടത്തിൽ 147 റൺസാണ് ഇന്ത്യ നേടിയത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 3 ഓവറിൽ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 33 റൺസ് എടുത്തിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 4 വിക്കറ്റ് ജയം. രാജസ്ഥാൻ റോയൽസ് ഉയർത്തിയ 156 റൺ വിജയലക്ഷ്യം 6 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺ നേടി കൊൽക്കത്ത മറികടക്കുകയായിരുന്നു. 2ാം മത്സരത്തിൽ ടോസ് നേടിയ ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ ബാറ്റിംഗിന് അയച്ചു. കരളിന്റെ ആരോഗ്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ട് ഇന്ന് ലോക കരൾ ദിനം ആചരിച്ചു. ആരോഗ്യകരമായ കരളിനും ആരോഗ്യകരമായ ഭാവിക്കും വേണ്ടി ഓരോ ദിവസവും മികച്ച തിരഞ്ഞെടുപ്പുകൾ നടത്തണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. ഉറച്ച ശീലങ്ങളിലൂടെ ആരോഗ്യകരമായ കരൾ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. കരൾ സംരക്ഷണത്തിന് നാം സ്വീകരിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ച് പ്രമുഖ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ നിഖിൽ മിനി രാമൻ ആകാശവാണി വാർത്തകളോട്. ഈ ലിവർ ശരീരത്തിന്റെ ഒരു ഫ്രിഡ്ജ് പോലെയാണ്. എക്സസ് വരുന്ന എനർജി എല്ലാം ഇതിൽ സ്റ്റോർ ആയി വെക്കും. ഒത്തിരി എക്സസ് കാലറീസും ഒത്തിരി ഫുഡും അതിന്റെ കൂട്ടത്തിൽ ആൽക്കഹോൾ കൺസംഷൻ ഉണ്ട്, സ്മോക്കിംഗ് ഉണ്ട്, ഹോട്ടൽ ഭക്ഷണം, തട്ടുകട, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഇങ്ങനെ ഒത്തിരി കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് ലിവറിന് അത് ഭയങ്കര ദൂഷകരമായിട്ട് ബാധിക്കും. ചൂടുകാലത്ത് നമ്മൾ ഈ ജ്യൂസ് അടിച്ചു കുടിക്കും. പഞ്ചസാര ഇട്ട് കുടിക്കുന്നത് ഭയങ്കര തെറ്റാണ്. കൂടുതലും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഫുഡ്സ്, അതായത് നാച്ചുറലി ഉള്ള സാധനങ്ങളിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കും നല്ലത്. വിദേശകാര്യ സഹമന്ത്രി പാബിത്ര മാർഗരിറ്റയുടെ ദക്ഷിണ പസഫിക് ദ്വീപ് രാഷ്ട്ര സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ദക്ഷിണ പസഫിക് ദ്വീപ് രാഷ്ട്രങ്ങളായ വാനുവാട്ടു, തുവാലു എന്നിവിടങ്ങളിലെ പ്രധാനമന്ത്രിയുമായും വിദേശകാര്യമന്ത്രിയുമായും പാബിത്ര മാർഗരിറ്റ ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും. ഇന്ത്യയുടെ സഹായത്തോടെ സജ്ജീകരിച്ച വാനുവാട്ടിലെ ഇൻഫർമേഷൻ ടെക്നോളജി കേന്ദ്രവും തുവാലുവിൽ ഇന്ത്യയുടെ ഗ്രാൻഡ്സ് ഇൻ എയ്ഡ് പ്രോഗ്രാമിന് കീഴിൽ നടപ്പിലാക്കുന്ന വികസന സഹായ പദ്ധതികളും കേന്ദ്ര സഹമന്ത്രി അവലോകനം ചെയ്യും. ഗോവയുടെ സാധി സെയിൽ ഫെമിന മിസ് ഇന്ത്യ വേൾഡ് 2026 തിരഞ്ഞെടുക്കപ്പെട്ടു. ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് ഫൈനൽ നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ദ്വിദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ കൊളംബോയിലെത്തി. ശ്രീലങ്കൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. തമിഴ്നാട്ടിലെ മുത്തുലിംഗപുരത്തെ പടക്ക ഫാക്ടറിയിലുണ്ടായ സ്ഫോടനത്തിൽ 21 പേർ മരിച്ചതായി റിപ്പോർട്ട്. 6 പേരുടെ നില ഗുരുതരം. പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. വോട്ടെടുപ്പ് വ്യാഴാഴ്ച. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ സമൂഹ മാധ്യമങ്ങളുടെ ധാർമ്മിക ഉപയോഗം ഉറപ്പാക്കണമെന്ന് ആവർത്തിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ കനത്ത ചൂട് ശമനമില്ലാതെ തുടരുന്നു. ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തില്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 148 റൺ വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.